അപ്പോൾ ഞാനിന്ന് വന്നിട്ടുണ്ട് സ്കിൻ കെയറിനെ കുറിച്ച് പറയാനാണ്. അതാണ് അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിൽ നിന്നൊക്കെ നമുക്ക് നന്നായി വൈറ്റമിൻ സി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കഴിക്കുക, പിന്നെ നന്നായി വെള്ളം കുടിക്കുക നോക്കാം. അപ്പോൾ നമ്മുടെ അതായത് ഏജ് ആവുന്നതനുസരിച്ച് നമ്മുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചുളിവുകൾ വീഴുന്നത്, പിന്നെ സ്കിൻ സാഗ് ആവുന്നത്, പിന്നെ ബ്ലാക്ക് സ്പോട്ട്സ് വരുന്നത്, പിന്നെ ഒരു ചെറിയ ചെറിയ കുത്തുകളായിട്ട് വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏജ് അനുസരിച്ച് വരും. അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു. സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി കിട്ടുന്നത് ഈ കൊളാജൻ പ്രൊഡക്ഷൻ ഉള്ളതാണ്. അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സെൽസുകളൊക്കെ എന്താ പറയുക, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ബ്രിങ്കിൾസും അതുപോലെ എന്താ പറയുക സ്കിൻ ആകെ സേക്കാവുന്നതൊക്കെ ആവുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ വൈറ്റമിൻ സി ഉപയോഗിച്ചിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഏജ് 30+ ആകുമ്പോഴേക്കും നമ്മൾ വൈറ്റമിൻ സീറം ഉപയോഗിച്ച് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ സീറം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ക്രീമുകളെക്കാളും പെട്ടെന്ന് നമുക്ക് സീറം അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലേക്ക്. അതായത് ഇപ്പോൾ വൈറ്റമിൻ സി ഒരുവിധം എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിലും ഉപയോഗിക്കുന്നുണ്ട്. അതായത് മോയ്സ്ചറൈസർ, ഏതെങ്കിലും ക്രീമുകളിലൊക്കെ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി സീറമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവും, ലെയറുകളിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആവും, സ്കിന്നിൻ്റെ ലെയറിലേക്ക് അബ്സോർബ് ആവും. പിന്നെ മോയ്സ്ചറൈസറൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ 1-2 ലെയറിൻ്റെ ഉള്ളിലേ നിൽക്കുള്ളൂ, അതിനും കൂടുതൽ അബ്സോർബ് ആവില്ല. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കും. പിന്നെ വൈറ്റമിൻ സി സിറം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട്, പിന്നെ പിഗ്മെൻറ്റേഷൻ അതൊക്കെ കുറയും. സ്കിന്ന് നല്ല ഈവൻ ടോൺ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഞാൻ പറയുന്നത് കേട്ടോ, കണ്ടിന്യൂസ് ഒരു 2 മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ മാറ്റം അറിയുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും, ചെറിയ അങ്ങനെ ഗ്ലോ ഒക്കെ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ml ഒക്കെ ചെറിയ ബോട്ടിലായിട്ടായിരിക്കും കിട്ടാം. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട് വൈറ്റമിൻ സി ഉള്ളത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഗുഡ് വൈബ്സിൻ്റെ സിറാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് തീർന്നു, ഉണ്ടായിരുന്നു ഇവിടെ, അതിൻ്റെ കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ കാണുന്നില്ല, അതാണ്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലതിൽ വൈറ്റമിൻ സിയും ഇയും കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. വൈറ്റമിൻ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിച്ച ശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടൊക്കെ നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ചിലപ്പോൾ വൈറ്റമിൻ സി അതിൽ മിക്സിങ് ഞാൻ പറഞ്ഞല്ലോ, ഹൈഡ്രിങ് ബ്ലൂടൂത്താണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മിക്സിങ് ഒക്കെ ആകുമ്പോൾ ഇത് ഒരു റിയാക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് കെയർ റുട്ടീനിൽ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാത്രി ഫേസ് നന്നായി വാഷ് ചെയ്ത ശേഷം നന്നായി തുടച്ച ശേഷം ഇത് അപ്ലൈ ചെയ്ത് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി വെള്ളം തൊട്ട പോലെ തന്നെയാണ്, അതങ്ങനെ വേറെ സ്റ്റിക്കിനെസ് ഒന്നുമില്ല. അപ്പോൾ തന്നെ അബ്സോർബ് ആവും. അപ്പോൾ നമ്മൾ അതങ്ങനെ വെച്ച് കെടുക്കുക, പിറ്റേ ദിവസം മുഖം കഴുകിയാൽ മതി. ഒരു പ്രത്യേക കാര്യം പറയാനുള്ള, എന്ത് പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിന് മുന്നേ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നുകാരുടെ കാര്യം എന്താ പറയുക, പാച്ച് ടെസ്റ്റ് ചെയ്ത് ഒരു വട്ടമൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ വൈറ്റമിൻ സി സിറം വാങ്ങുമ്പോൾ മസ്റ്റായിട്ട് നോക്കേണ്ടത് അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ആരൊക്കെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഒരു ഏജ് 30+ തൊട്ടുള്ളവർ രാത്രി മാത്രം ഉപയോഗിച്ചാൽ മതി. അതല്ല 35 അബവ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുക, രാവിലെയും രാത്രിയും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഏഷ്യൻ സ്കിൻ അവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓയിൽ സ്കിൻ എപ്പോഴും അല്ലെങ്കിൽ ആൻസിയൻ പ്രോൺ വരുന്ന, അതായത് മൂക്കിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പകൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി മാത്രമുള്ളതാണെങ്കിൽ നമ്മൾക്ക്
പകൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിൽ കൂടെ മിക്സിങ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ വല്ല റിയാക്ഷൻസ് വരും. അതുകൊണ്ടാണ് പകൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതായത് സൺ ടാനൊക്കെ ചിലപ്പോൾ വരാം ഇതിൽ നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പ്യൂർലി വിറ്റാമിൻ സി മാത്രമുള്ളതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്, പുറത്ത് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട് പ്രശ്നമില്ല. അപ്പോൾ എനിക്കറിയുന്ന വൈറ്റമിൻ സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയുക, വൈറ്റമിൻ സി സിറം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും അല്ലെങ്കിൽ മീഷോ ഏത് ഓൺലൈൻ സൈറ്റിലായാലും നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അധികം പൈസ ഒന്നും ഉണ്ടാവില്ല. ഒരു 200-നുള്ളിലൊക്കെ നമുക്ക് അത് കിട്ടും. ചെറിയ ബോട്ടിലായിരിക്കും, ഒരു 10 ml കുഞ്ഞ് ചെറിയ ബോട്ടിലായിരിക്കും. അതിൽ 2-3 ഡ്രോപ്സ് അത്ര മതി ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മതി. എന്തായാലും 1 മാസമൊക്കെ നമുക്ക് നിൽക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ വൈറ്റമിൻ സി സിറത്തിൻ്റെ 2-3 ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നോക്കി വാങ്ങിയാൽ മതി. വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കനുണ്ട്, അതും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ.